ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറിപ്പിന് നിന്റെ അമ്മ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ ബാധ്യത വീട്ടേണ്ടത് ഞാനാ. അതുകൊണ്ട് ആ പണം നിന്റെ അമ്മയിൽ നിന്ന് വസൂലാക്കണ്ടേ മോളെ? അവരിവിടെ ചെയ്യുന്ന അധ്വാനത്തിന്റെ ശമ്പളം ആ ഇനത്തിൽ ഞാൻ കൂട്ടിക്കോളാം. സുത്രേ, വാ. ഇരിക്കേ. നീ എന്തോന്നും നോക്കിട്ട് അങ്ങോട്ട് പോയത്? ഒന്നുമില്ല, എന്റെ കെട്ടിയോന്റെ മൂഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയതാ. എന്നിട്ട് കെട്ടിയോൾക്ക് എന്ത് തോന്നി? കാര്യം പറഞ്ഞ ചാടിക്കടിക്കാൻ വരുന്ന മൂഡല്ലെന്ന് മനസ്സിലായി. ഓ, അങ്ങനെയാണോ? എന്നാ നീ കാര്യം പറഞ്ഞു. എന്റെ അമ്മയെ അടുക്കളക്കാരിയെന്നും കാൽ കാശിന് പോക്കില്ലാത്തവളാണെന്നൊക്കെ ആക്ഷേപിച്ച് പരമാവധി അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് അവരോടുള്ള മനോഭാവം മാറ്റി അമ്മായിയമ്മയെന്ന് അംഗീകരിച്ച് ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനാ? പ്രകാശനെ ബുദ്ധിയുണ്ട്. പാചക സാമർഥ്യമുള്ള നല്ലൊരു വേലക്കാരിയെ വെക്കണമെങ്കിലേ ശമ്പളവും ആനുകൂല്യവും ഒക്കെയായി നല്ലൊരു സംഖ്യ ചെലവാവും. ആ തുക ലാഭിക്കലാണ് പ്രധാന ലക്ഷ്യം. പിന്നെ അമ്മായിയമ്മയെ നിലത്തു വയ്ക്കാതെ പോറ്റുന്നവനാണ് പ്രകാശൻ എന്ന സൽപ്പേരും ഇമേജും ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ആവശ്യവുമാണ്. അപ്പോ എന്റെ അമ്മയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണല്ലേ? സുമിത്രേ, നമ്മളെ പുതിയൊരു കുടുംബജീവിതം ആരംഭിച്ചിരിക്കുക. അത് സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പലവിധ കള്ളക്കളികളും നടത്തേണ്ടി വരും. അത് നടക്കില്ല. സ്വന്തം അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയൊക്കെ ആട്ടിപ്പായിച്ചിട്ട് എന്റെ അമ്മയെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്നോ? അത് നടക്കില്ല. നടക്കണം. കുറിപ്പിന് നിന്റെ അമ്മ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ ബാധ്യത വീട്ടേണ്ടത് ഞാനാ. അതുകൊണ്ട് ആ പണം നിന്റെ അമ്മയിൽ നിന്ന് വസൂലാക്കണ്ടേ മോളെ? അവരിവിടെ ചെയ്യുന്ന അധ്വാനത്തിന്റെ ശമ്പളം ആ ഇനത്തിൽ ഞാൻ കൂട്ടിക്കോളാം. പ്രകാശേട്ടാ, ഈ കാണിക്കുന്നത് ലോക നെറുകേടാ. എനിക്കിത് സഹിക്കുന്നില്ല. പണിയെടുത്ത് കിട്ടുന്ന കൂലിയും കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ജീവിച്ചിരുന്ന എന്റെ അമ്മയെ കടബാധ്യതയിൽ കുരുക്കി ശ്വാസം മുട്ടിക്കുന്നത് മഹാപാപോ. നിങ്ങൾ ഒരു കാലത്തും വേണ്ട. ശപിക്കാനല്ലേ ഭാവം? ശാപങ്ങൾ ഒരുപാടായി. ഇനി നിന്റെ ശാപം കൂടി വേണ്ട. മര്യാദയ്ക്ക് ഭർത്താവിനോടൊപ്പം സഹകരിക്കാൻ നോക്ക്. ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം തനിയെ വന്ന് ചേർന്നതാ. ഇനിയെല്ലാം അനുഭവിച്ചേ മതിയാവും. ഇനി ഞാൻ എവിടെയും ജോലിക്ക് പോകണ്ട, പുതിയ വീട്ടിൽ വെറുതെ ഇരുന്നാ മതി, പൊന്നുപോലെ നോക്കിക്കൊള്ളാന്നാ പറഞ്ഞത്. സ്വന്തമായിട്ട് ഒരു സെന്റ് മണ്ണ് പോലും ഇല്ലാത്ത എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യം വേണം മോളെ? എന്റെ കയ്യില് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം 40,000 രൂപയാ. ഞാനത് പ്രകാശന്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ചു.
പഞ്ചസാരയൊക്കെ തീർന്നു. മരുന്നിന് പോലും ഒരു തുള്ളി പാലും എടുക്കാനില്ല. എങ്ങനെ ചായ ഉണ്ടാക്ക? അമ്മയുണ്ടായിരുന്നെങ്കിൽ അടുക്കളയിൽ ഒന്നിനും ഒരു പഞ്ഞും ഉണ്ടാവാതെ കാര്യങ്ങൾ നോക്കി നടത്താൻ അമ്മയ്ക്കറിയായിരുന്നു. എനിക്ക് ആ ജാലവിദ്യകളൊന്നും അറിയില്ല. ഞങ്ങളെ മുടിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു ഭദ്രകാളി വസന്തേച്ചി. അയ്യോ, തിന്നു മുടിപ്പിക്കാനൊരു മോളും. കുനിഞ്ഞൊരു പണി ചെയ്യില്ല. എപ്പോഴും മേലനങ്ങാതിരുന്ന് സുഖിക്കണം. ഇന്ന് പത്രത്തിൽ എരിവും പുളിവുമുള്ള വാർത്തയൊന്നുമില്ല. കാണാൻ കൊള്ളാവുന്ന പാടവും ഇല്ല. നാശം. പത്രം ഒന്ന് ഓടിച്ചു നോക്കാനാ വന്നത്. അക്ഷരമറിയാത്ത ഈ സ്ത്രീ എന്ത് കാര്യത്തിന് പത്രം നോക്കുന്നത് ആർക്കറിയാം? അയ്യോ, ലോകവാർത്തകൾ ഒരുപാട് വായിക്കാനുണ്ട്. ഒരു കള്ളപ്പത്ര വായന ഉടനെ ഒന്നും നിർത്തുന്ന ലക്ഷണമില്ല. ഒറ്റ കുത്തു അവന്റെ ഒരു കള്ളപത്രം. ജഗ, അടുക്കളക്കാരി ആകെ കുഴഞ്ഞിരിക്ക. ചായ ഇടാൻ ഒരു തുള്ളി പാല് പോലുമില്ല. അതെ, ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി. എനിക്ക് കട്ടൻ ചായ മതി. ആ, വന്ദനമ്മേ, ചായ. മോളെ, ചായ ഇടാൻ പാലില്ല. ഇന്ന് കട്ടൻ ചായ കുടിച്ചാ മതി. കട്ടൻ ചായയോ? ദിയമോൾക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല, ചായ മതി. മാനത്തെ കൊട്ട